ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ഇത് കണ്ട് എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 1.5 കിലോ താറാവ് ഇറച്ചിയുണ്ട്. ഇത് ഒരു 5 സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, കുറച്ച് വേപ്പില. ഇത് എടപ്പാൽ ഇതിലൊഴിച്ച് വേണം വേവിക്കാൻ. തലപ്പാലാണ്. ഇറക്കാൻ നേരത്ത് ഒഴിച്ച് തിളപ്പിച്ചിട്ട് വേണം ഇറക്കാൻ. ഉപ്പ് എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത് കുരുമുളക് പൊടി, ഇത് മുളക് പൊടി, ഇത് മസാലപ്പൊടി, ഇത് കുറച്ച് വെളുത്തുള്ളി. ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇഞ്ചി വേപ്പില എല്ലാം ഇട്ട് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് വെക്കാൻ പോവുകയാണ്. ഇറച്ചിയിൽ പച്ചമുളക്, ഇഞ്ചി, തേങ്ങാപ്പാൽ, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുഴച്ച് വെക്കുകയാണ്. താറാവ് വേവിച്ചിട്ടുണ്ട്, തുറക്കട്ടെ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് മല്ലിപ്പൊടിയാണ്. ഇത് 5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണ് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് മസാലപ്പൊടിയാണ് കേട്ടോ. എല്ലാത്തിനും ഉപയോഗിക്കുന്ന മസാലപ്പൊടിയാണ്, വീട്ടിൽ പൊടിച്ചതാണ്. 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇത് എല്ലാം കൂടെ ഒന്ന് നനച്ച് നമ്മൾ കുഴച്ച് വെക്കും കുറച്ച് സമയം. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് കറിയിൽ അരപ്പ് മൊരിക്കണം. നനക്കട്ടെ കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. കുറച്ച് വേപ്പില ഇടാം കേട്ടോ. ഇത് 2 ചുള വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഇടാൻ പോകുന്നത്. അതൊന്ന് വാടിക്കഴിയുമ്പോൾ, നിറം മാറിക്കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞിടാം. ഇപ്പോൾ ഒരു മര പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തിട്ട് സവാള ഇടാം കേട്ടോ. സവാള ഇട്ട് അതൊന്ന് വാടട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, വേഗം പാടാൻ വേണ്ടി. ഇനി അരപ്പിടാൻ പോകുകയാണ് കേട്ടോ. കേട്ടെ, ഈ അരപ്പ് എല്ലാം കൂടി നനച്ച് വെച്ചിരിക്കുന്നു. എടപ്പാൽ ഒഴിക്കണേ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് ചേർക്കാം കേട്ടോ. താറാവ് ഇറച്ചിയിട്ട് ഇനി നമുക്ക് ഈ തലപ്പാലും കൂടി ചേർക്കാം. താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. എടുക്കുകയാണേ. താറാവ് റോസ്റ്റ് റെഡി.